ഹലോ, എനിക്ക് KSRTC ബസ്സിൽ വെച്ചിട്ട് ഉണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഗണേഷ് കുമാർ എന്തൊക്കെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നു. എന്നിട്ടും അതിൽ ഓടുന്ന ഡ്രൈവർമാരായാലും കണ്ടക്ടർമാരായാലും ആരോട് എങ്ങനെ പെരുമാറണം എന്ന് പലർക്കും അറിയില്ല. അവരുടെയൊക്കെ കുടുംബ സ്വത്താണെന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അവർ കുടുംബ സ്വത്ത് കൊടുത്ത് വാങ്ങിച്ച് പിന്നെ അതിൽ അവർ ജോലി ചെയ്യുന്ന പോലാണ് അവരുടെ പെരുമാറ്റവും രീതികളും, അല്ലെങ്കിൽ സർക്കാർ അവരുടെ കൈവെള്ളയിലാണെന്നുള്ള രീതിയിലാണ് അവർ ഓരോന്ന് സംസാരിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് പുനലൂരോട്ട് പോകാൻ വേണ്ടി KSRTC ബസ്സിൽ കയറിയതാണ്. അപ്പം അത് എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ബാക്കിലെ ബോർഡ് വായിച്ചിട്ടാണ് ഞാൻ ആ ബസ്സിൽ കയറുന്നത്. അപ്പം വേറെ എവിടെ നിന്നോ വന്ന് തൃശ്ശൂർ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്, അതിൽ ഞാൻ കയറിയപ്പോഴത്തേന് കുറേ സീറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പം ഞാനൊരു സീറ്റിൽ കയറിയിരുന്നു. അതിൽ ഒരു ബാഗോ അല്ലെങ്കിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു ഒരു വെള്ളക്കുപ്പിയോ ഒന്നും തന്നെ ആ സീറ്റിലില്ല. 4 സീറ്റാണ്. ഞാൻ അതിൽ കയറിയിരുന്നു. അപ്പോൾ വേറൊരു പ്രായമായ ഒരു ആൾ വന്നിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ ഇരുന്നയായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ബാക്കിലൊക്കെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ അതുകൊണ്ട് ഇവിടെ ബാഗോ ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ കയറിയിരുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ ആളിറങ്ങി ബാക്കിലെ സീറ്റിൽ, ആ ആൾ എന്നിട്ട് തന്നെ ബാക്കിലെ സീറ്റിൽ പോയിരുന്നു. ഇരുന്നതിന്റെ പുറകിന് കണ്ടക്ടർ വന്നിട്ട് കൊള്ളാലോ, ഒരു സീറ്റിൽ ഇരുന്ന ആളിനെ ഒരാളിരുന്ന സീറ്റിൽ കയറി ഇരുന്നിട്ട് ന്യായം പറയുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടക്ടർ അങ്ങ് തുടങ്ങി. അപ്പൊ ഞാൻ കണ്ടക്ടറോട് പറയുന്നു, ഞാൻ പറഞ്ഞു ഇവിടെ ആളില്ലായിരുന്നു. ഈ സീറ്റിൽ ആളുണ്ടായിരുന്നെങ്കിൽ ഞാൻ കയറി ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ സീറ്റിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു ബാഗോ ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ അറിയാം ഈ സീറ്റിൽ ആളുണ്ടോ ഇല്ലേ എന്നുള്ളത്. എനിക്ക് അങ്ങനെ അറിയാം. ബാഗോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ശരി, എനിക്ക് മനസ്സിലാവും അവിടെ ആളില്ല എന്നുള്ളത്. അപ്പം ഇയാൾ അങ്ങ് തട്ടിക്കയറുകയാണ്. അയാൾ പറയുക ന്യായീകരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ ഒരാളിരുന്നത് ആളിനെ മാറ്റിയിട്ടാണോ ഞാൻ കയറി ഇരുന്നത്? അപ്പൊ പിന്നെ എനിക്ക് ന്യായീകരിക്കാമല്ലോ, അവിടെ ആളില്ലായിരുന്നു, അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ട് അത് ഇത് റിസർവേഷൻ ആണ്. ആരെങ്കിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടുന്ന് ഞാൻ എഴുന്നേൽപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എഴുന്നേക്കാലോ, ബുക്ക് ചെയ്താണെങ്കിൽ ഞാൻ എഴുന്നേക്കാൻ തയ്യാറാണ്. ഇതിപ്പോ ബുക്ക് ചെയ്തിട്ടില്ലല്ലോ. ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഈ കയറി ഇരുന്ന ആളും ആദ്യമേ ഇരുന്ന ആളും അത് ബുക്ക് ചെയ്ത സീറ്റല്ല. അപ്പോൾ ഈ കണ്ടക്ടർ വീണ്ടും പറയാണ്, അയാൾ കുറെ ലോങ് എന്ന് വന്നതാണ്, ലോങ് പോകാനുള്ളതാ എന്ന്. അപ്പൊ ഞാനും ലോങ് പോകാൻ കയറിയതല്ലേ. തൃശ്ശൂരിൽ നിന്ന് പുനലൂർ എന്ന് പറയുന്നത് അത്ര ലോങ് അല്ലേ? എനിക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു കാര്യം, ഈ ലോങ് യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ സീറ്റിലിരിക്കാനുള്ള അവകാശമുള്ളോ? ഇല്ലാത്തവരെന്തോ വേണം? ഇപ്പൊ ശരി, തൃശ്ശൂരിൽ നിന്ന് അടുത്ത എറണാകുളത്തായി ഇറങ്ങണമെന്ന് വിചാരിച്ചോ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇരിക്കണ്ടേ? ഇതിവിടുത്തെ നീതി ന്യായമാണ്. ഇത് ഗണേഷ് കുമാറിന്, ഈ വീഡിയോ ഗണേഷ് കുമാറിന്റെ കൈകളിൽ എത്തണം. എന്റെ ആവശ്യം അതാണ്. ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ബസ് നമ്പരും അതിലുണ്ടായിരുന്ന കണ്ടക്ടറിന്റെ ഫോട്ടോയും ഒക്കെ വെക്കുന്നുണ്ട്. ആ കൂടെ ഇരുന്ന ആളിന്റെ. അപ്പൊ കൂടെ ഇരുന്ന ആളും കണ്ടക്ടറും ഒരുപോലെ പറയുന്നു, ഇതുപോലെ ഞങ്ങൾ കുറെ പേരെ ഡെയിലി കാണുന്നതാ, ഞങ്ങളെ കൂടുതൽ ഞങ്ങളെ കൂടെ കളിക്കാൻ വരരുത്, ഞങ്ങളെ സർക്കാരിന്റെ ആളാണെന്ന്. അപ്പൊ ഞങ്ങളൊക്കെ ആരാ? ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു സർക്കാരിനെ ഇരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പോട്ടെ, നമുക്കൊരു വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഉള്ള അവകാശം ഈ കേരളത്തിലില്ലേ? അതോ ഈ സർക്കാർ ജോലിക്കാർക്ക് മാത്രം ഇത് തിരിച്ചു കൊടുത്തേക്കുവാണോ? വേറെ ആർക്കും ഇതിൽ ഒന്നിലും ഇടപെടാനോ ന്യായം പറയാനോ ഒന്നും നമ്മൾ വാതുറന്നേ സംസാരിക്കാൻ പാടില്ല. അതാണ്. ഭീഷണിപ്പെടുത്തരുത്. എന്തോ ഭീഷണിയൊന്നും ഇങ്ങോട്ട് എടുക്കത്തില്ലെന്നോ എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് മുൻ സീറ്റിലോട്ട് ഇരുന്നവരോടൊക്കെ പറയുന്നു, വേറെ ആളിരുന്ന സീറ്റിലേക്ക് കയറി ഇരുന്നിട്ട് ന്യായം പറയുന്നത്. ഞാൻ വേറെ ആളെ ഇരുന്ന സീറ്റിൽ നിന്ന് അയാളിനെ പിടിച്ച് മാറ്റിയതിന് ശേഷമല്ല ഞാൻ ഇരുന്നത്. ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ ഇവർ പെരുമാറേണ്ടത്? ഓരോ യാത്രക്കാരോടും ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എന്നിട്ട് ആ ആള് ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ശരി, തിരുവനന്തപുരത്ത് പോകുന്ന ബസ്സായിരുന്നു. പക്ഷെ എവിടെ നിന്ന് വന്ന ബസ്സാന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. അപ്പം ഈ ആള് തിരുവനന്തപുരത്ത് പോകാനുള്ളതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ആ ആള് അങ്കമാലിയിൽ ഇറങ്ങി. 4 പേരോ അങ്കമാലിയിലോ എവിടെയോ ഇറങ്ങി. അപ്പൊ ഇങ്ങനെയാണോ ഈ കണ്ടക്ടർമാരൊക്കെ പെരുമാറേണ്ടത്? ഈ ഗണേഷ് കുമാർ സാർ തന്നെ ഇതിനൊരു മറുപടി തരണം. അങ്ങനെയാണോ? അതാണോ? സീറ്റ് ഉണ്ടായിരുന്നല്ലോ, ബുക്ക് ചെയ്താണെങ്കിൽ ഓക്കെ, ബുക്ക് ചെയ്ത സീറ്റ് കയറി എന്നിട്ട് എന്ത് ന്യായീകരണമൊന്ന്? ആളുണ്ടായിരുന്നെങ്കിൽ ഓക്കെ, ഇല്ല ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും. ബാഗോ ഇല്ല, ആളും ഇല്ലാത്ത സീറ്റിൽ എന്ത് ന്യായീകരിക്കണം? പിന്നെ എന്താ വേണം? എന്ത് കഷ്ടമെന്നാ? അല്ല എന്ത് കഷ്ടം? അതാ നിങ്ങളൊക്കെ പറഞ്ഞാൽ കൂടിപ്പോ. നിങ്ങൾ സർക്കാരിന്റെ സ്വന്തം ആളാണോ? സർക്കാർ വണ്ടിക്കാർക്ക് എന്തും ആവാം. ആണെങ്കിൽ ശരി, ഞാനും നോക്കട്ടെ സ്വന്തം ആളാണോ ഇല്ലേ എന്നുള്ളത്. ഞാനും നോക്കട്ടെ. നിങ്ങൾ പേടിപ്പിക്കരുതെന്നല്ലേ?